സുധയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഭാരം ഒഴിഞ്ഞു. പിന്നെ നമുക്ക് നേരെ നിന്ന് ശ്വാസം കഴിക്കാം. ആ ആലോചിക്ക്. പക്ഷേ എന്തേലും കാൽ കാശില്ല. 2 കല്യാണം കഴിഞ്ഞപ്പോ നടുവൊടിഞ്ഞു. എന്തേലും ഏട്ടൻ വിചാരിക്കുന്ന പോലെ കാശൊന്നും ഇല്ല. എനിക്കങ്ങനെ ഫീസായിട്ടൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അതറിയാം. എന്ന് വെച്ച് ഇനി ഇത് നീട്ടുന്നത് ശരിയല്ല. കാരണം പറഞ്ഞു വെച്ച കല്യാണം അവൾ ഒഴിഞ്ഞു കൊടുത്തത്. അത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. ഇതിപ്പോ പറഞ്ഞു വന്നതുകൊണ്ട് പറയാ. അത് വേണ്ടായിരുന്നു. എനിക്കറിയാം എന്നോടുള്ള വാശിയാ. വാശിയൊന്നും അല്ലടാ. നീ പെണ്ണും കിട്ടി ഇവിടെ ജീവിക്കുക. അവളേക്കാൾ ഇളയ സുധയുടെ കല്യാണം നടത്തിവിടുക. അവളൊരു പെൺകുട്ടിയല്ലേടാ, സഹിക്കണ്ടേ? എന്തു ആയിക്കോട്ടെ, അത് കഴിഞ്ഞില്ലേ, പോട്ടെ. ഇനിയിപ്പോ അത് പറഞ്ഞ് മുഷിയണ്ട. ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിയ കൊള്ളാം. ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ എന്നോടും ഒന്ന് ആലോചിക്കാം. അതുകൊണ്ട് ഒരു ദോഷം വരാനില്ല. ശരിയാണെങ്കിൽ എടുത്താൽ മതി. ശരിയാണ് മോനെ.